ഇത് ഇടാൻ എങ്ങനെ സുഖമാണോ? എങ്ങനെയുണ്ട് ഇത്? അടിപൊളി സുഖമുണ്ടോ? ഇടത്തില്ല യൂട്യൂബിലൊന്നും ഇടത്തില്ല. ഒരുമിച്ച് കഴിക്കാൻ ചോറ്. എനിക്ക് പ്രിൻസസിന്റെ കൂടെ കഴിക്കണം. ചരിഞ്ഞ് നടന്നു നോക്കേ, നടക്കത് ഒഴുകുന്ന കണ്ടത്. ആ ഇനി ഇങ്ങോട്ട് നടന്നേ. ഓ എത്ര രൂപ ഇതിന്? 3000. അയ്യോ ഇത് ഇടാൻ എങ്ങനെ സുഖമാണോ? എങ്ങനെയുണ്ട് ഇത്? അടിപൊളി സുഖമുണ്ടോ? ഇടത്തില്ല യൂട്യൂബിലൊന്നും ഇടത്തില്ല. വാട്സാപ്പിലിടാം. ഇടാൻ സുഖമുണ്ടോ? ചൂടുണ്ടോ തണുപ്പുണ്ടോ? എങ്ങനെ ഇതിടാൻ? അപ്പൊ കൊച്ചിട്ടേക്കുന്ന ഉടുപ്പുണ്ടോ? അതാണ് കൊച്ചിന് ഇപ്പൊ ഏറ്റവും സുഖമായിട്ടുള്ള ഉടുപ്പ്. എന്താന്ന് വെച്ചാ കൊച്ചിന്റെ കയ്യില് ഈ ഉടുപ്പായിരുന്നു. ഒട്ടും സുഖമല്ല ഇടാൻ. മിയ ചോറ് കഴിക്കും. മിയ ചോറ് കഴിക്കും. മിയ ഓടുന്നു. പുറത്തോട്ട് പോയി. ഇതിനാണ് ഉറക്കം വരുന്നത് പറഞ്ഞേ. ആ ഉടുപ്പ് വേണ്ട, വേറെ ഉടുപ്പിട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പിട്. ഈ ഉടുപ്പിട്ടാ പിന്നെയും കുഴയും. ഇത് കാണാനേ കൊള്ളാത്തുള്ളൂ, ഉപയോഗമില്ല. പ്രിൻസസിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചോറ് കഴിക്കാൻ വേണ്ടി പോയാ. പ്രിൻസസിനെ കണ്ട സ്റ്റെപ്പ് വൃത്തിയാക്കുന്ന. ചോറ് കഴിക്കാൻ പോവാ പ്രിൻസസിന്റെ പുറകെ. ഉറങ്ങിയ സുഖമായിട്ട് ഉറങ്ങിയ അവന് ചൂടെടുത്താ. ഇവന് ഈ ഡ്രസ് ഇട്ടിട്ട് ചൂടെടുത്തെങ്കിൽ പിന്നെ മിയാക്ക് എന്തുമായിരിക്കും? ആമ്പിള്ളേർ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? ഫുൾ ഡേ 2 ദിവസമൊക്കെ ഇരിക്കാം. എടുത്തല്ലോ. കല്യാണത്തിന് ഓർമ്മയ്ക്ക് ഒരു വീഡിയോ എടുക്കുക ചെറുതായിട്ട്. ചിലപ്പോൾ കൊള്ളത്തില്ലെങ്കിൽ ഇടത്തില്ല. എന്തോ ചെയ്യുന്ന? ഞാൻ വീഡിയോഗ്രാഫറാ കല്യാണത്തിന്. ഇത് മോക്ക് വേണ്ടി എപ്പോ വെള്ളം ചോദിച്ചാലും ഇതെടുത്ത് കൊടുക്കണം. അയ്യോ അവരെന്ത് അവരടുത്ത് നിൽക്കണം. വെള്ളം കൊടുക്കാൻ പറ്റുന്ന എത്ര ദൂരത്ത് നിൽക്കണം. ഫുഡ് തീരാറായല്ലേ? കല്യാണത്തിന്റെ വീഡിയോടാ. കല്യാണത്തിന്റെ വീഡിയോ അവർ വിളിക്കാതെ സ്വമേധയാ വന്ന് വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫർ.
സേവനം സേവനം. ചോറാണ്, ചോറ് വിളമ്പുന്ന ബൊഫയാണ്, ബൊഫയുടെ സെക്ഷനാണ്. ചോറ് ഇതെന്താ സാധനം? മീൻ നല്ല തേങ്ങ. എന്ത് ചെയ്യും? കവറിലുണ്ട് ഞാൻ എടുത്തത്. എടുക്കണേ. ഐസ്ക്രീം ഉണ്ട്. ഞാൻ സത്യത്തിൽ വീഡിയോ എടുക്കുക. ഐസ്ക്രീം, അച്ചാറ്, തോരൻ. കൊഞ്ചോറിനാണോ? മോര് കാച്ചിയത്, മീൻകറി നല്ല കളർ. മീൻകറി മറ്റേ എടുക്കണോ? വേറെ പാത്രം എടുക്കണോ? ഐസ്ക്രീം വേണ്ട. ഉടുപ്പിട്ടോട് 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 ഇട്ടോട്. ഞാൻ ഇടാൻ പോയ ഉടുപ്പ് വേണ്ടെന്ന് പറഞ്ഞു അവള്. ഇങ്ങനെ നടക്കുകയാണ്. വേറെ സെറ്റ് ഉടുപ്പ് കൊണ്ടുവന്നിട്ടില്ല. മണവാളനും പെണ്ണും എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലോട്ട് വന്നു കൊച്ചിന്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി. വീട്ടിൽ വന്നപ്പോൾ വണ്ടി ബ്ലോക്ക് ആയിരിക്കുക അകപ്പാടെ. കൊച്ചു പേടിച്ചു. ഈ പശുവിനെ കണ്ട് ഒന്നും ചെയ്തില്ല. പശുമ്പ പാവം, പശുമ്പ പാവം, പശുമ്പ പാവം, പശുമ്പ പാവം. ഒന്നും ചെയ്തില്ല. പശുമ്പ പാവം, പശുമ്പ പാവം. കുത്തുമില്ല ഈ പശു. ഈ പശു ഇതാ വരുന്നു. കുത്തുവോ? കുത്തുമില്ലയോ? ഇല്ല, ഒന്നും ചെയ്തില്ല. പശുമ്പ പേടിച്ചു പോയി അയാള്. പശുവിനെ കണ്ട് പേടിച്ചു പോയി കൊച്ച്. കുഴപ്പമില്ല. ഡ്രസ്സ് മാറ്റാൻ വന്ന കൊച്ച് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കിടന്ന് ഉറങ്ങുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങളിപ്പം എന്താണെന്ന് അറിയത്തില്ല. കൊച്ചിനെ വിളിച്ചോണത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഇപ്പം എന്താ നടക്കുന്നത് വെച്ചാൽ പെണ്ണും ചെറുക്കനും വീട്ടിൽ പോയി. ഇപ്പം എന്താ നടക്കുന്നത് വെച്ചാൽ പെണ്ണും ചെറുക്കനും വീട്ടിൽ പോയി, ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇനിയിപ്പോൾ അവരെ കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. മിയ ഇപ്പം റെഡിയായിരിക്കുവാണ് കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പം കുറച്ചുകൂടെ ഉറങ്ങി. മിയ കുറച്ച് റിഫ്രഷ് ആയെന്ന് തോന്നുന്നല്ലേ മിയ? അല്ലേ? യെസ് യെസ്. മിയക്ക് കൊക്കോ ഭയങ്കര ഇഷ്ടമാണ്. കൊക്കോ എന്ന് വെച്ചാൽ ഇവിടെ കോഴിയുണ്ട്, അതിനകത്ത് കോഴി ഭയങ്കര ഇഷ്ടമാണ്. സോ മിയ ഇപ്പം ഇട്ടിരിക്കുന്നത് കുറച്ച് എയർ സർക്കുലേഷൻ കൂടിയ ഡ്രസ്സായിട്ടിരിക്കുന്നത്, മിയക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി. എനിവേസ് ഞങ്ങൾ പോകാൻ പോകുന്ന കൊല്ലം ബൈപ്പാസ് വഴിയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രി ആയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ബൈപ്പാസിന്റെ പുതിയ ബൈപ്പാസാണ്, പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബൈപ്പാസാണ്. ഇപ്പം ടെമ്പററി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുക. കാരണം മെയിൻ റോഡിൽ NH47 ഭയങ്കര ഹെവി ട്രാഫിക് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഇരുട്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇരുട്ടായി കഴിഞ്ഞാൽ അറിയത്തില്ല എങ്ങനെ കാണിച്ചിരുന്നു. ബട്ട് ഐ ട്രൈ. ക്ലിയർ ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്യാം. ഓക്കെ. പൊറോട്ടയുടെ മണം അടിച്ച് വന്നതാണോ? എനിക്കറിയാം മണം അടിച്ച് വന്നതാണ്. നിന്റെ ഗേൾഫ്രണ്ട് എന്ത് ചെയ്യാ? അനന്യ എന്ത് ചെയ്യാ? അനന്യ പോയോ? ഇവിടെ ഇല്ലല്ലേ? പൊറോട്ട അടി മത്സരമല്ലത്, കല്യാണ വീട്ടിലെ ബാക്ക് സ്റ്റേജ് ആണ്. ഞാൻ ഇപ്പൊ കല്യാണ വീട്ടിലെത്തി. കൊല്ലം ബൈപ്പാസ് വഴിയാ വന്നത്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ഇരുട്ടായി പോയി. അടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട.
അതറിയാം ചേട്ടാ, അടിച്ചമർത്തപ്പെട്ട ഒരു ആഹാരം എന്ന് പറയുന്നത്. അടിച്ചമർത്തിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പിള്ളേരെന്താ ചിന്തിച്ചതാണ്, മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കാണുവാണ് പിള്ളേർ. ഇതാണ് പിള്ളേരുടെ സെലിബ്രേഷൻ. ഇപ്പം ഫോൺ താഴെ വീണ് ഭയങ്കര കൂട്ടായി 3 പേരും കൂടെ എന്നിട്ട് കാർട്ടൂൺ കാണുവാണ്. ഗ്യാങ് ആയിട്ട് കാർട്ടൂൺ കാണുവാണ് ഇവര്. ഏത് കാർട്ടൂണാ മോള്? ഏത് കാർട്ടൂണാ കാണുന്നത്? ഏതാ കാണുന്നത്? ഓ, അതിന്റെ പേരെന്ന് പറഞ്ഞാ, പക്ഷേ കാർട്ടൂണാ കാണുന്നത്. മമ്മ ബേറിന്റെ ഫോൺ തല്ലിപ്പൊട്ടിക്കാൻ പോവാണ് പിള്ളേര്. യൂട്യൂബിലാണ് പിള്ളേർ കാർട്ടൂൺ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ബഫറിങ് വരുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പിള്ളേർ ആ സമയത്ത് ഇടയ്ക്ക് സംസാരിക്കുന്നത്. ബഫറിങ് വന്ന് സ്റ്റക്ക് ആവുന്നതല്ലേ, കാരണം പിള്ളേർക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തോട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. സോ കല്യാണ വീട്ടിന്റെ ബാക്ക് സൈഡിലാണ് പൊറോട്ടയടിയും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലോ, പൊറോട്ടയടിയും നടക്കുവാണ്. സോ ബെന്നിയാണ് നമ്മുടെ റിപ്പോർട്ടറായിട്ട് വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ബെന്നി, വെൽക്കം ബാക്ക് ബെന്നി, വെൽക്കം ബാക്ക് ടു ടീം. സോ ബെന്നിയാണ് നമ്മളിപ്പോൾ ലീഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നടന്നു പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്, ആൾക്കാർ കഴിക്കുന്ന പിന്നെ ഫുഡ് വിളമ്പുന്ന സംഭവങ്ങളൊക്കെ. ആന്റി ഒന്ന് ചിരിക്കുന്നു. ബെന്നി ബെന്നി ഇത് വെള്ളമല്ലേ? വെള്ളമില്ലേടാ? ആണോ? നീ ഫുഡ് കഴിച്ചോ? എന്തൊക്കെയാ ഉള്ളത് ഫുഡ്? പൊറോട്ട, ഇവരെന്താ ഇവിടെ നിൽക്കുന്നത്? നേരെ ദാണ്ടെങ്കിലേ പെണ്ണ്, അങ്കിളെ ദാണ്ടെ പെണ്ണ്. ജിജു എന്തി? ഹായ് ജിജു, കല്യാണ പയ്യൻ. അങ്കിള് വിഷയാവുന്നേ. ബോംബെ അങ്കിളെന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ കേരള അങ്കിളാണ്. കല്യാണ പെണ്ണിനെ ഞങ്ങള് ജ്യൂസ് കുടിപ്പിക്കുകയാണ്. ചെറുക്കനെ ജ്യൂസ് കുടിപ്പിക്കുക. ഞങ്ങള് ഒന്ന് വിടത്തില്ല, ഇന്ന് 2-3 ഗ്ലാസ് ജ്യൂസ് കുടിപ്പിച്ചിട്ട് ഞങ്ങൾ വിടത്തുള്ളു. ബെന്നി ബ്രോ, ബെന്നിയാ റിപ്പോർട്ടർ ഞങ്ങളുടെ. മറ്റേ വീഡിയോ ഉണ്ടായിരുന്നു. യൂട്യൂബ്